നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഏട്ടാ, ഏട്ടനെ വിളിച്ചെന്ന് മുത്തശ്ശി പറഞ്ഞു. വിളിച്ചു. നീ ഏട്ടന് വേണ്ടി പട്ടിണി കിടന്ന് മരിക്കാൻ തീരുമാനിച്ചു അല്ലേ? എന്റെ ഭഗവാനിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ വിധി മാറ്റം വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല മോളെ. എത്രയോ വർഷങ്ങളായിട്ട് ഈ വീടിനകത്ത് ചത്തിരിക്കുന്ന ഒരാളായി ഏട്ടൻ. ചില ജീവികളൊക്കെ ചത്തുപോകുമ്പോ അകത്ത് എന്തെങ്കിലുമൊക്കെ നിറച്ച് പ്രദർശനത്തിന് വെക്കില്ലേ, അതുപോലെ. പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ മുമ്പിൽ വലിയൊരു ജീവിതമുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. അതൊക്കെ ഈ ഏട്ടന് വേണ്ടി തല്ലിക്കെടുത്തണം. മോളിതിന്ന് പിന്മാറണം. ഏട്ടന് വേണ്ടിയുള്ള പ്രാർത്ഥന നിന്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോ ഈ നിരാഹാരത്തിലൊന്നും ഒരർത്ഥമില്ല. ശരി, ഏട്ടനെ കുഞ്ഞനിയത്തിയായിട്ടല്ലേ കാണുന്നേ? കുഞ്ഞി പെങ്ങളായിട്ട്. നാളെ ഒരു പ്രശ്നം വരുമ്പോ ഏട്ടന്റെ ജീവിതം വേണ്ടെന്ന് വെച്ചും ഏട്ടനെ രക്ഷിക്കാൻ തയ്യാറാവില്ലേ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? നിനക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞ ഏട്ടൻ ഇടപെടില്ലേ? ഏട്ടനേട്ടന്റെ ജീവൻ പോലും നോക്കില്ല. അപ്പോ ഏട്ടന്റെ അനിയത്തിക്ക് ആ പ്രശ്നം ഉണ്ടാവില്ലേ? ഞാനിങ്ങനെ നിരാഹാര വ്രതം എടുക്കുന്നതില് ഏട്ടൻ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മനസ്സിനൊരു ഉറപ്പുണ്ട്, അത് ഏട്ടനെ എഴുന്നേറ്റ് നടക്കുന്നത് തന്നെയാ. എന്റെ കൃഷ്ണൻ അത് സാധിച്ചു തരും. ഞാനെന്റെ ഭഗവാനല്ലേ വിശ്വസിക്കുന്നേ, അവിടെയല്ലേ ഞാൻ അർപ്പിക്കുന്നത്. പിന്നെന്താ ഏട്ടാ? നിന്റെ ഭക്തിയിലേട്ടന് സംശയമൊന്നുമില്ല. പക്ഷെ നീ പട്ടിണി കിടന്ന് അതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ജീവച്ചവായിട്ട് പോലും ഞാനിവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ പ്രാർത്ഥനയ്ക്കും ഏട്ടന്റെ മനസ്സിൽ നിറഞ്ഞ അനുഗ്രഹം വേണ്ടത്. ഏട്ടാ, ഇക്കാര്യത്തിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ ജയിക്കും, നമ്മൾ ജയിക്കും ഏട്ടാ. എന്റെ ഭഗവാൻ നമ്മളെ ജയിപ്പിച്ചിരിക്കും. മോളെ, സ്വന്തമായിട്ടൊന്നും നേടാതെ, ആർക്കും ഒന്നും നേടിക്കൊടുക്കാതെ വെറുതെ അങ്ങ് ജീവിച്ചു പോവാ ഞാൻ. എന്റെ കഥകളൊക്കെ ഏട്ടന് അറിയാവുന്നല്ലേ? ഒരാൾക്കെങ്കിലും ഞാനൊരു ഉപകാരമായിക്കോട്ടെ. ഏട്ടൻ പ്രാർത്ഥനയോടുകൂടി സമാധാനായിട്ടിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.